കാൻകിഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന അധ്യാപക പരിശീലന ക്യാമ്പ് വിജയകരമായി സമാപിച്ചു. ജൂലൈ 17, 18, 19 തീയതികളിലായി മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ISK മാർഷൽ ആർട്സ് അക്കാദമിയിലായിരുന്നു ക്യാമ്പ്. ജൂലൈ 17, 18, 19 തീയതികളിലായി കാൻകിഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന അധ്യാപക പരിശീലന ക്യാമ്പ് സമാപിച്ചു. പുലാമന്തോൾ ISK മാർഷൽ ആർട്സ് അക്കാദമിയിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ നടന്ന സംസ്ഥാനതല പരിശീലനത്തിന് ഒഡീഷയിൽ നിന്നുള്ള ഹുവാൻഷു ബിസ്വജിത് ബാരിക് നേതൃത്വം നൽകി. मार्शल विश्वजीत बारिक, मैं हूँ कानकिडो फेडरेशन इंडिया का 1 इंचार्ज। तो मैं यहाँ आया हूँ केरल में। यहाँ पर स्टेट सेमिनार चल रहा है कानकिडो का और ब्लैक बेल्ट टेस्ट प्रमोशन होगा। तो यहाँ करीबन 50 से ज़्यादा पार्टिसिपेंट कर रहे हैं, तो बहुत ही अच्छा चल रहा है। और कानकिडो फेडरेशन के CEO जो हैं सतीश ढोल सर और वर्किंग सेक्रेटरी जो अमित सर हैं, वो हमें यहाँ पर भेजे हुए हैं फेडरेशन के हिसाब से। मैं यहाँ पर ट्रेनिंग भी दूंगा और आपका जो ब्लैक बेल्ट टेस्ट यहाँ पर लेके जाऊंगा। और यहाँ पर आरिफ सिप्पी सर हैं जो कि केरला स्टेट का इंचार्ज हैं, और बहुत सारे भी मास्टर लोग यहाँ हैं, सब डिस्ट्रिक्ट केरला से आए हैं तो पार्टिसिपेंट करने के लिए। तो बहुत ही अच्छा चल रहा है यहाँ पर। കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 50ഓളം പരിശീലകർ ക്യാമ്പിൽ പങ്കെടുത്ത് മികവ് തെളിയിച്ചു. കാൻകിഡോ എന്നുള്ളത് വേൾഡ് വൈഡ് ഒരു മാർഷൽ ആർട്ടാണ്. യൂറോപ്യൻ കൺട്രീസിൽ വളരെ ഫേമസ് ആണ്. ഏഷ്യൻ രാജ്യത്ത് ആദ്യമായിട്ട് ഇന്ത്യയിലാണ് വന്നത്, അതും 2018 വന്നിട്ടുള്ളൂ. ഞാനതിൻ്റെ ഏഷ്യൻ കോർഡിനേറ്റർ കൂടിയാണ്. ഇപ്പോൾ 50ഓളം കുട്ടികൾ, 50ഓളം ഇൻസ്ട്രക്ടേഴ്സ്, കോച്ചസ് ഇവിടുന്ന് ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് നാളെ ഇറങ്ങിയാണ്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് നാഷണൽ ഫെഡറേഷൻ്റെ ഡെലിഗേറ്റ്സ് നേരിട്ട് ആണ് ട്രെയിനിങ് കൊടുക്കുന്നത്. മുൻപ് കോഴിക്കോട് വെച്ചിട്ട് നല്ല ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അന്ന് 200-ൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ 100-ൽ കൂടുതൽ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡേഴ്സ്, ഇൻസ്ട്രക്ടേഴ്സ് ഈ കാൻകിഡോ അസോസിയേഷൻ ഉണ്ട്. ഇന്നിപ്പോൾ നടക്കുന്നത് ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ ISK മാർഷൽ ആർട്സ് അക്കാദമിയിൽ വെച്ചിട്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇന്ത്യയുടെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള കാൻകിഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ഡെലിഗേറ്റ്സിനെ വിട്ടിട്ട് ഇതിൻ്റെ പ്രചരണാർത്ഥം ട്രെയിനിങ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെയുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാമീസ് ആയോധനകലയായ കാൻകിഡോയുടെ കേരളത്തിലെ വളർച്ച ലക്ഷ്യമിട്ട് കാൻകിഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 2ാമത്തെ സംസ്ഥാന അധ്യാപക പരിശീലന ക്യാമ്പാണിത്. കാൻകിഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കേരളത്തിൽ 2ാമത്തെ ട്രെയിനിങ് ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പുലാമന്തോൾ ISK മാർഷൽ ആർട്സിലാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 50ഓളം ബ്ലാക്ക് ബെൽറ്റേഴ്സ് ഇന്നിപ്പോൾ ഇവിടെ ഈ ട്രെയിനിങ് ക്യാമ്പിൽ ഇവിടെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ സ്കൂളുകളിലും കാൻകിഡോ എന്ന ഈ മാർഷൽ ആർട്സ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായി ഇൻസ്ട്രക്ടേഴ്സിനുള്ള ട്രെയിനിങ് ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാമിൻ്റെ മാർഷൽ ആർട്സായ കാൻകിഡോ ഏഷ്യൻ കൺട്രീസിൽ ഇന്ത്യയിലാണ് ആദ്യമായിട്ട് വരുന്നത്. അത് 2018-ലാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പ്ലെയേഴ്സ് ഇന്നിവിടെ ഇതിന് പരിശീലനം നൽകുകയാണ്. 50ഓളം ബ്ലാക്ക് ബെൽറ്റേഴ്സ് ഇവിടെ ഇതിൻ്റെ 2 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇനി വരും കാലങ്ങളിൽ എല്ലാ ക്ലബ്ബുകളിലും അതോടൊപ്പം തന്നെ സ്കൂളുകളിലും ഈ ആയോധന കലക്ക് നമ്മൾ പരിശീലനം നൽകുകയാണ്. ഫൈറ്റിങ്ങിനും അതേപോലെ തന്നെ പെർഫോമൻസിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഈ ആയോധന കല എന്തായാലും കേരളത്തിലെ കുട്ടികളും പാരൻസും നല്ല രീതിയിൽ സ്വീകാര്യത കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിപാടിയിൽ മലപ്പുറം കാൻകിഡോ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അലി K, കോഴിക്കോട് ആയിഷ നസ്രീൻ, മലപ്പുറം സജിത KP, ഏഷ്യൻ കാൻകിഡോ ഫെഡറേഷൻ കോർഡിനേറ്റർ ഡോക്ടർ ആരിഫ് CP, ഷറഫുദ്ദീൻ, രജീഷ് IP തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഒക്ടോബറിൽ നടക്കുന്ന ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ചടങ്ങിൽ ബെൽറ്റും ഔദ്യോഗിക അംഗീകാരവും വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു.